സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാ കാലത്തും, ഉണ്ണി സൂചിപ്പിച്ച പോലെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അധികം സുഹൃത്തുക്കളില്ല, പക്ഷെ ഉള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പത്ത് തന്നെയാണ്. അപ്പോൾ വേണുചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഫ്രണ്ട്സിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി ഒരർത്ഥത്തിൽ ജീവിതം ഹോമിച്ച ഒരു കലാകാരനാണ്. കാരണം സ്വന്തമായിട്ട് അദ്ദേഹം ഒരു അസറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു കാലത്തും സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ പൈസയുടെ പിന്നാലെ, പണത്തിൻ്റെ പിന്നാലെ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല. അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് പണം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. സുഹൃത്ത് ബന്ധം വെച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് പടം പ്രൊഡ്യൂസ് ചെയ്യാം. മോഹൻലാലുമായിട്ടുള്ള ബന്ധം അനുസരിച്ചാണെങ്കിൽ വേണുചേട്ടൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാം. ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ. മാത്രമല്ല, അദ്ദേഹം വഴുതക്കാട് താമസിക്കുമ്പം ഞാൻ ഓർക്കുന്നു, ഒരുപാട് ഫ്രണ്ട്സ് വൈകുന്നേരം വരും, ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. എല്ലാവർക്കും പൈസ മുഴുവൻ കൊടുക്കുന്ന വേണുചേട്ടനാണ്. മറ്റാരെയും കൊടുക്കാൻ സമ്മതിക്കില്ല. അമ്മ അസോസിയേഷനിൽ കൈനീട്ടം, അത് എന്താ പറയുക, കലാകാരന്മാർ, അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കുള്ള ഒരു പൈസയല്ല. സർവീസ് ഏതെങ്കിലും തരത്തിൽ മലയാള സിനിമയെ സേവിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു വളരെ ബഹുമാനത്തോടെ ആദരവോടെ നൽകുന്ന ഒരു സഹായം അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷനാണ് എന്ന് പറഞ്ഞിട്ട് പോലും വേണുചേട്ടൻ പറഞ്ഞു, എനിക്ക് വേണ്ട. സാമ്പത്തികമായി പ്രശ്നങ്ങളുള്ള ഒരുപാട് കലാകാരന്മാരും കലാകാരികളും അമ്മയിലുണ്ട്, നിങ്ങൾ അവർക്കാർക്കെങ്കിലും കൊടുക്കൂ. അങ്ങനെ പറയുമ്പോൾ പോലും വേണുചേട്ടനൊരു വളരെ പൈസയുള്ള ആളൊന്നുമല്ല, പണക്കാരനല്ല. അദ്ദേഹം പറഞ്ഞത് അതാണ്. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ഈ അമ്മയുടെ കൈനീട്ടം എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം വാങ്ങിയിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കും, അതായിരുന്നു വേണുചേട്ടൻ. ജീവിച്ചപ്പോൾ മുഴുവൻ ഒരു റോയൽ ലൈഫായിരുന്നു. അത് ആരുടെയും മുന്നിൽ കൈനീട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രിൻസിപ്പിളുള്ള മനുഷ്യനാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതേപോലെ അവസരങ്ങൾക്ക് വേണ്ടി ഫ്രണ്ട്ഷിപ്പ്, അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പുള്ള, അദ്ദേഹം വന്നതെല്ലാം KG ജോർജ് സാറിൻ്റെ ഉൾപ്പെടെയുള്ള വളരെ പ്രതിഭാതനായ മോഹൻ ഉൾപ്പെടെയുള്ള സംവിധായകരുടെ ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ ആരോടെങ്കിലും ചെന്ന് അവസരത്തിന് വേണ്ടി കൈനീട്ടാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിട്ടില്ല.